ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനുമാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. ഞാനൊരു കുഞ്ഞു ഗായികയെ പരിചയപ്പെടുത്തി കേട്ടോ. നമ്മൾ ഈ വയനാടിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ളൊരു ഗാനം, ഒരു കുഞ്ഞു മോള് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മോളെയും മോളെ ടീച്ചേഴ്സ് അതുപോലെ തന്നെ മോളെ സ്കൂൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സ്കിപ്പ് ചെയ്യില്ലേ? ഓക്കെ. ഉറങ്ങാൻ കിടന്നപ്പോൾ ഉരുൾ പൊട്ടുന്നു, ഉറക്കെ നിലവിളി ഉയർന്നു വന്നു, ഊരും ഉയിരാകെ ഉലഞ്ഞിടുന്നു, ഊക്കിൽ മലവെള്ളം ഇരച്ചു വന്നു, ആറ്റക്കനിമോനെ മുലയൂട്ടുമ്പോൾ ഏറ്റം കഠിനമാം വിധിയെത്തുമ്പോൾ കൂട്ടക്കരച്ചിലാൽ ഇറങ്ങിയോടി കൂറ്റൻ മലവെള്ളം അവിടം മൂടി. ഗാനരംഗത്തും അഭിനയരംഗത്തും തൻ്റേതായ തനത് ശൈലി കൊണ്ട് കണ്ണൂരിൻ്റെയും ഈ ഒരു സ്കൂളിൻ്റെയും താരറാണിയായി സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുകയാണ് ഈ 1ാം ക്ലാസ്സുകാരി റാനിയ റഫീഖ്. ഈ ഒരു വയസ്സിനുള്ളിൽ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങി കണ്ണൂരിൻ്റെ കൊച്ചു കലാകാരി റാനിയ റഫീഖ് പൂർണ്ണ സപ്പോർട്ടും സഹായവുമായി മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരും റാണിയോടൊപ്പം കൂടിയപ്പോൾ റാണിയക്ക് അതൊരു പുത്തൻ ഉണർവായി മാറി. മോളെ സ്കൂളിലെ ടീച്ചേഴ്സാണ് നമ്മളെ കൂടെ ഉള്ളത്. HM ഉണ്ട്. ഞാൻ ജസ്റ്റ് HMനോട് വന്നിട്ട് നമ്മൾ മോളെ ഒന്ന് കാണണം, അത് ഇൻ്റർവ്യൂ ചെയ്യാനാന്ന് പറഞ്ഞപ്പോഴാണ് ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് റാണി മോൾ എത്രത്തോളം താര റാണിയാണ് നമ്മളെ സ്കൂളിൽ നിന്നുള്ളത്. ഓക്കെ, HM എന്താണ് മോളെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല മോളാണ്, സ്മാർട്ടായിട്ട് മോളാണ്, നന്നായിട്ട് പാട്ട് പാടും, അതുപോലെ പഠനത്തിലാണെങ്കിലും വളരെ സ്മാർട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും LKG മുതൽ നമ്മുടെ സ്കൂളിലുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല പരിപാടികൾ റാനിയ മോളത്ത് നമ്മുടെ സ്കൂളിൽ പങ്കെടുക്കാറുണ്ട്. തീർച്ചയായും എല്ലാ പാട്ടും എല്ലാം കണ്ടു, എല്ലാം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേംജിത ടീച്ചർ. ചിലപ്പോൾ ക്ലാസ് ടീച്ചർക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ? നമ്മുടെ HM സുനിത ടീച്ചർ പറഞ്ഞ പോലെ തന്നെ റാനിയ എന്ന് പറഞ്ഞൊരു കൊച്ചു മിടുക്കിയാണ് നമ്മളെ സ്കൂളിലെ. അതുപോലെ ക്ലാസ്സിലാണെങ്കിൽ സ്മാർട്ടാണ്, പിന്നെ മെച്ചുവേർഡാണ് ആള്. 1ാം ക്ലാസ്സിലെന്നതിലും ഉപരി അവൾ ഭയങ്കര മെച്ചുവേർഡാണ്, പിന്നെ നന്നായിട്ട് പാടും. പിന്നെ ഇതേപോലെ വൈറലായിട്ടൊരു മുത്തപ്പൻ്റെ ഗാനമൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ബഷീർ ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്കിറ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റാനിയ ഒരു പോർഷൻ, പിന്നെ മതിലുകൾ എന്ന ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് KPSC ലളിതേൻ്റെ ആ ഒരു വോയിസ് മാത്രമേ നമ്മൾ ആ സിനിമയിൽ കേട്ടിട്ടുള്ളൂ. നമ്മൾ ബഷീറിനെ മാത്രമേ, മമ്മൂട്ടീനെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മൾ. അപ്പം അതിൻ്റെ ആ ഒരു ഇത് റാനി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു അത്. അപ്പം ഞാനത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നു, കുട്ടീനെ പറ്റി അന്വേഷിച്ചു. അപ്പം അങ്ങനെ പറയാൻ വെച്ചാൽ വളരെ നല്ല മിടുക്കിയാണ്, പഠനത്തിലും എല്ലാ കാര്യത്തിലും വളരെ മിടുക്കിയാണ് റാനിയ. നിങ്ങൾ ഒരു മിനിറ്റ്, ഇവിടെ വന്നിട്ട് മോളെ വന്ന് ചോദിക്കുമ്പോൾ പിന്നെ ടീച്ചറെ കണ്ടു മോളെ എവിടെയും ചോദിച്ചപ്പോൾ ചോറിന് കൈ കഴുകാൻ വേണ്ടി പോണ സമയമാണ്. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ ശരിക്കും ഒരു പ്രായത്തിൽ കുട്ടികൾക്കൊരു മടിയും കാര്യമൊക്കെ ഉണ്ടാവും അല്ലേ? പാട്ട് പാടാനാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാന്നുള്ളത്. പക്ഷേ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇല്ലല്ലോ? ഇല്ല, നേരെ ഓടി വന്നു അല്ലേ? അതാണ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ടീച്ചർ എന്താ പറയാൻ കരുതി? നമ്മുടെ റാനിയുടെ UKG ടീച്ചർ കൂടി ഇവിടെ ഉണ്ട്, ഷീജ ടീച്ചർ. ഓക്കെ, ടീച്ചർ UKG 4 വയസ്സിൽ അല്ലേ? റാനിയ KG ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. റാനിയ ബ്രൈറ്റാണ്. റാനിയ എന്ത് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, കേച്ച് ചെയ്യാൻ പറ്റും. അത്രേ പരിപാടികളെല്ലാം സൂപ്പറാണ്. എല്ലാ വീഡിയോ അയച്ചു തരലുണ്ട്, എല്ലാം കാണലുണ്ട്. റാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസിയാണ്, നാട്ടുകാരിയാണ്, അയൽവാസിയാണ്. റാനിയൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ രീതിയിലാണ് നമ്മൾ സ്കൂളിലേക്കുള്ള പരിചയപ്പെടലൊക്കെ നടന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏത് കാര്യം പറഞ്ഞാലും അത് മടിയില്ലാതെ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഒരു നാളൊരു പരിപാടി ഉണ്ട്, അതിലേക്ക് എന്തെങ്കിലും ഡാൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും പ്രിപ്പയറായിട്ട് വരിക. അതിലൊരു മടിയില്ലാന്ന് മാത്രമല്ല, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത പോലെയുള്ള അവതരണമുണ്ട്. അപ്പം നല്ല കോൺഫിഡൻ്റ് ആണ്. ഒരു ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും അതിലൊക്കെ റീൽസ് ചെയ്യുന്നതിലൊക്കെ അധികം സമയം എടുക്കുന്നില്ല. കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യം. അതാണ് ഒരു മിടുക്ക്. അതൊരു പാട്ടിൽ തന്നെ ആ ഒരു ഭാവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പാടാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ശരിക്കും സത്യത്തിൽ ഇപ്പൊ ഈ സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ്. തീർച്ചയായും. സ്കൂളിന്റെ പേര് പുല്ലാഞ്ഞോട് എൽ പി സ്കൂൾ, മാനേജ്മെന്റ് സ്കൂളാണ്. എത്ര കുട്ടികളുണ്ട് ടോട്ടല് 570 അടിച്ചത്. 538 കുട്ടികളുണ്ട്. അത്യാവശ്യം വലിയ സ്കൂൾ തന്നെയാണ്. നമ്മൾ സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. ഇതിന്റെ ചുറ്റുപാടും അതുപോലെ തന്നെ നല്ല എന്താ പറയാ ഒരു പിന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിനെ പോലുള്ളൊരു മരവും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും പിന്നെ മറ്റ് ടീച്ചേഴ്സുകൾ ആരെങ്കിലുമൊക്കെ എന്താ ഞാൻ റാണിമോളെ പറ്റി പറയാനുള്ളത്? ഓക്കെ, കാത്തിരിക്കാണ്. അപ്പൊ 100 നാവാണ് റാണിമോളെ കുറിച്ച് ചോദിച്ചാല്. റാണിമോളെ എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയാണ്, നമ്മളെ അഭിമാനാണ്. എല്ലാ കുട്ടികളോടും സ്നേഹമാണ്, ചെറിയ കുട്ടികളോടായാലും. റാണിമോളെ ഏത് ടീച്ചറാണ് ഏറ്റവും ഇഷ്ടം? എല്ലാ ടീച്ചറും ഇഷ്ടമാണ്. ക്ലാസ് ടീച്ചറുടെ പേരെന്തേനു? പ്രേംജിത. അടിച്ചോ? ഇല്ലല്ലോ. പിന്നെ മറ്റ് ടീച്ചേഴ്സ് ഒരുപാട് ആളുണ്ട്. എത്ര സ്റ്റാഫാണ് ടീച്ചറെ? 22 സ്റ്റാഫ് ഉണ്ട്. 22 സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും കാണാൻ പറ്റിയതിലൊക്കെ. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ കാണുന്ന ടീച്ചേഴ്സിനൊക്കെ ഈ റാണിമോളെ വിളിച്ചപ്പോൾ ഇവരൊക്കെ വരാനില്ല. കാരണം അത്രക്കും എന്താ പറയുക, ഈ ഒരു സ്കൂളിനുള്ളൊരു അഭിമാനമാണെന്ന് തന്നെ പറയാം. മറ്റുള്ള തലത്തിലേക്കൊന്നും ഇപ്പോൾ സ്കൂളിൽ എന്താ പറയുക ജില്ലാ തലത്തിലേക്കോ അല്ലെങ്കിൽ ഉപജില്ലയിലേക്കോ ഒന്നും പോകാനായിട്ടില്ലല്ലോ അല്ലേ? തുടങ്ങുക 1ാം ക്ലാസ് മാത്രമാണല്ലേ? അപ്പം ഇനി മത്സരിപ്പിക്കാനൊക്കെ നിങ്ങൾക്കുള്ളൊരു എന്താ പറയുക മുമ്പ് തീർച്ചയായിട്ടും. ഇനി റാണിമോക്ക് ഒരു പാട്ട് പാടാണ്ടേ അതിലും? കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. മുകളിൽ ജില് 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 ജിങ്ങില മൂടെ, മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴേ. മുകളിൽ ജില് 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 ജിങ്കില മൂടെ, മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴേ. വരില്ലേ നീ വനമാലി, തരില്ലേ തമഴത്താലി, തിയാരത്താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. റാണിമോളെ പ്രേക്ഷകർ എല്ലാവരും പരിചയപ്പെട്ടു അറിഞ്ഞിട്ടുണ്ടാവും. ഇനി വേണ്ടത് നിങ്ങളൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. ഒരു കൊച്ചു സുന്ദരി എന്താ പറയുക ഗായികയാണ്, മഞ്ചത്തിയാണല്ലേ? അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. ഇത്തരം കലാകാരികളൊക്കെ പൊന്തിച്ച് വരേണ്ടത് നമുക്ക് സമൂഹത്തിനും എല്ലാവർക്കും ആവശ്യകതയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ്, HM സഹ ടീച്ചേഴ്സ് എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ ഇങ്ങനെ മുഹൂർത്തം സമ്മാനിക്കാൻ പറ്റിയതിൽ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ. ബിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ, തൂദരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂനാരി ഹാജറ. സമ്പൂർണ്ണദീനിൽ തിളങ്ങുമി ഹാജറ, ത്യാഗങ്ങളേറെ സഹിച്ച ബി ഹാജറ. സമ്പൂർണ്ണദീനിൽ തിളങ്ങുമി ഹാജറ, ത്യാഗങ്ങളേറെ സഹിച്ച ബി ഹാജറ. ആരും പുകഴ്ത്തുന്ന തൂമങ്ക ഹാജറ, അഹദായ നാദനെ സ്നേഹിച്ച ഹാജറ. സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ,
സഫ മറുവ കഥയിലും ബീവി ഹാജറ. സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ. സഫ മറുവ കഥയിലും ബീവി ഹാജറ.